പുലി സിനിമയുടെ പിന്നാലെ തകർന്നൊരു സ്വപ്നം. സഹപ്രൊഡ്യൂസർ സെൽവകുമാറിന്റെ തുറന്നു പറച്ചിൽ. തമിഴ് സിനിമാ ലോകത്ത് ഒരു കാലത്ത് വലിയ പ്രതീക്ഷകളോടെ പുറത്തിറങ്ങിയ സിനിമയാണ് ഇളയ ദളപതി വിജയ് അഭിനയിച്ച പുലി. പക്ഷേ ബോക്സ് ഓഫീസിൽ സിനിമ വൻ പരാജയമായിരുന്നു. അനേകം നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സ്വപ്നങ്ങളെ തകർക്കുകയും ചെയ്ത ചിത്രം കൂടിയായിരുന്നു പുലി. ഇന്ന് ആ സിനിമയുടെ കോ പ്രൊഡ്യൂസറായ സെൽവകുമാർ തന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ്. എന്റെ 25 വർഷത്തെ സമ്പാദ്യം മുഴുവൻ ഞാൻ ആ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി ചെലവിട്ടു. ആ സിനിമയോടൊപ്പം എന്റെ സ്വപ്നങ്ങളും നഷ്ടമായി. സെൽവകുമാറിന്റെ കണ്ണു നിറഞ്ഞ ഈ വാക്കുകൾ സിനിമാ ലോകത്തിന് മറ്റൊരു വിവാദം കൂടി തുടക്കമിടുകയാണ്. സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കാൻ സ്വപ്നം കാണുന്നവരുടെ എണ്ണം അനവധിയാണ്. എന്നാൽ അതിനുള്ള വഴികൾ വളരെ അപകടകരമാണ്. സെൽവകുമാർ സിനിമാ കുടുംബത്തിൽ ജനിച്ചയാളല്ല. വലിയ സമ്പത്തും പിന്തുണയും ഇല്ലാതെ ഒരു സാധാരണ കുടുംബക്കാരനായിരുന്നു. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുഴുവൻ, ഓരോ ചില്ലിക്കാശും അദ്ദേഹം ഒടുവിൽ പുലി എന്ന സിനിമയുടെ സഹപ്രൊഡക്ഷനിലേക്ക് നിക്ഷേപിച്ചു. അന്ന് വിജയ് തന്റെ കരിയറിലെ വലിയൊരു താരമായിരുന്നു. ഹൈ ബഡ്ജറ്റ് ഫാൻസി അഡ്വഞ്ചർ സിനിമയായി അതിനെ അവതരിപ്പിച്ചപ്പോൾ അത് തമിഴ് സിനിമയ്ക്ക് ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്ന് ആരാധകർ കരുതി. സെൽവകുമാറിനും അതേ വിശ്വാസമായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമായി അദ്ദേഹം പുലിയെ കണ്ടു. പക്ഷേ എല്ലാം ഒരുമിച്ച് തകരാൻ അധികം താമസിച്ചില്ല. റിലീസിന് മുമ്പേ തന്നെ ഇൻകം ടാക്സ് റെയ്ഡുകളും സാമ്പത്തിക തടസ്സങ്ങളും വാർത്തകളിലുണ്ടായ വിവാദങ്ങളും സിനിമയെ പിടിച്ചുലച്ചു. റിലീസിന്റെ ദിവസം തന്നെ പടം ഇറങ്ങിയില്ല എന്ന വാർത്ത പുറത്തു വന്നു. അതോടെ സെൽവകുമാർ ഇൻകം ടാക്സ് ഓഫീസിന്റെ മുമ്പിൽ നിസ്സഹായനായി പോയി നിന്നു. സിനിമ റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സഹപ്രൊഡ്യൂസറിന്റെ വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല. സെൽവകുമാറിന്റെ ഏറ്റവും വലിയ കുറ്റപ്പെടുത്തൽ വിജയിയാണ് ലക്ഷ്യമിടുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഒരു ആശ്വസിപ്പിക്കുന്ന ഫോൺ കോൾ പോലും വിജയ് എന്ന നടൻ എനിക്ക് നൽകിയിട്ടില്ല. സെൽവകുമാറിന്റെ ഈ വാക്കുകൾ തീർച്ചയായും ആരാധകർക്കിടയിൽ ചർച്ചകൾക്കിടയാകും. സിനിമയുടെ പരാജയം മുഴുവനായും ഒരു താരത്തിന് മാത്രം ചുമത്താനാകില്ലെങ്കിലും വലിയ സ്റ്റാറുകളുടെ ഉത്തരവാദിത്തം നിർമ്മാതാക്കളോടും ഉണ്ട്. 2015 പുറത്തിറങ്ങിയ പുലി ഒരു ഫാന്റസി അഡ്വഞ്ചർ സിനിമയായിരുന്നു. ചിമ്പു ദേവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിജയ്ക്കൊപ്പം ശ്രുതി ഹാസൻ, ഹൻസിക, ശ്രീദേവി എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. സിനിമ റിലീസിന് മുൻപേ തന്നെ വലിയ തുകയ്ക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. തമിഴ് സിനിമയുടെ ബാഹുബലി ആയിരിക്കുമെന്നായിരുന്നു ആരാധകരുടെ സ്വപ്നം. പക്ഷേ റിലീസിന് ശേഷം സിനിമ കടുത്ത വിമർശനങ്ങൾക്കിടയാക്കി. കഥാപശ്ചാത്തലത്തിലെ ദുർബലത, സാങ്കേതിക പിഴവുകൾ, പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയാതിരുന്നത് തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് പുലി പരാജയമായി. പുലിയുടെ പരാജയം നിരവധി വിതരണക്കാരെയും ചെറിയ പ്രൊഡ്യൂസർമാരെയും തകർച്ചയിലേക്ക് തള്ളിയിട്ടു. തമിഴ് സിനിമാ വ്യവസായത്തിൽ ഇത്തരം സംഭവങ്ങൾ പലവട്ടം ഉണ്ടായിട്ടുണ്ട്. വലിയ താരങ്ങളുടെ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടാൽ നഷ്ടം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കൂടുതലും വിതരണക്കാരും സഹപ്രൊഡ്യൂസർമാരുമാണ്. സെൽവകുമാറിനെ പോലെ പുലിയുടെ പേരിൽ കോടികൾ നഷ്ടപ്പെട്ട അനേകം ആളുകൾ സിനിമാ ലോകത്ത് ഇന്നുമുണ്ട്. എന്നാൽ ഭൂരിഭാഗവും തുറന്നു പറയാറില്ല. സെൽവകുമാറിന്റെ അനുഭവം സിനിമാ വ്യവസായത്തിലെ ഒരു ക്രൂര സത്യം വെളിവാക്കുന്നു. താരങ്ങൾക്കും നിർമ്മാതാക്കൾക്കും ഇടയിൽ അസമത്വം. സിനിമ പരാജയപ്പെട്ട താരങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷേ നിർമ്മാതാക്കളും വിതരണക്കാരുമാണ് തകർന്നു പോകുന്നത്. നിർമ്മാണ ചെലവിലെ നിയന്ത്രണമില്ലായ്മ, വലിയ ബജറ്റിൽ സിനിമ തുടങ്ങുകയും തിരികെ കിട്ടാതെ പോവുകയും ചെയ്യുന്നതാണ് പതിവ്. സാമ്പത്തിക സുരക്ഷിതമില്ലായ്മ, സാധാരണക്കാരായ നിർമ്മാതാക്കൾക്ക് സിനിമയിലെ നഷ്ടം സഹിക്കാനാവുന്നതല്ല. സെൽവകുമാറിന്റെ ജീവിതത്തിൽ പുലി ഒരു സിനിമ മാത്രമല്ല, അതൊരു സ്വപ്നത്തിന്റെ ഉയർച്ചയും തകർച്ചയും കൂടിയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഞാൻ ചെയ്തത് പുലിക്ക് വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ വേദനയിലൂടെ സെൽവകുമാർ ഒരു സത്യാവസ്ഥയെ ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടുന്നു. സിനിമാ ലോകം എത്രമാത്രം അനിശ്ചിതത്വവും അപകടകരവുമാണ് എന്നുള്ളത്. ഒരു സഹപ്രൊഡ്യൂസർക്ക് 25 വർഷത്തെ സമ്പാദ്യം നഷ്ടപ്പെട്ടപ്പോൾ താരത്തിന് അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാനും കഴിയാത്തത് എന്തുകൊണ്ടാണ്? സിനിമാ ലോകത്ത് താരങ്ങളുടെ ഉത്തരവാദിത്തം എവിടെ അവസാനിക്കുന്നു? ഒരിക്കൽ പോലും വിജയ് എന്ന നടൻ എന്നെ ആശ്വസിപ്പിക്കാൻ വിളിച്ചില്ല എന്ന സെൽവകുമാറിന്റെ വാക്കുകൾ ഒരു വ്യക്തിയുടെ തകർന്ന സ്വപ്നത്തിന്റെ നിലവിളി മാത്രമല്ല, സിനിമാ ലോകത്തിലെ അനീതികളുടെ തെളിവും കൂടിയാണ്. ഇത്തരം സന്ദർഭങ്ങളിലാണ് നിത്യഹരിത നായകൻ പ്രേം നസീർ സാറിന്റെ നന്മകളൊക്കെ ഓർമ്മ വരുന്നത്. തന്റെ സിനിമയുടെ നിർമ്മാതാവിന് നഷ്ടം സംഭവിച്ചാൽ നസീർ സാർ തന്റെ പ്രതിഫലം വാങ്ങുമായിരുന്നില്ല. കൂടാതെ അടുത്ത സിനിമ ചെയ്യുമ്പോൾ പേയ്മെന്റ് കുറവായിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാകുക. വിജയെക്കുറിച്ച് നിർമ്മാതാവ് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് നസീർ സാറിനെ പോലുള്ളവരുടെ നന്മയാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.